നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. നെല്ലുവായ് ശ്രീധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ആഘോഷം ആരംഭിച്ചു. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കാനും ദിവ്യ ഔഷധമായ മുക്കിടി സേവിക്കുവാനും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആയുർവേദത്തിന്റെ ദേവനാണ് ശ്രീധന്വന്തരി. ഭാരതത്തിലെ ധന്വന്തരി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമായതിനാൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. പുലർച്ചെ 4-ന് ആരംഭിച്ച നിർമാല്യ ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 6-ന് സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം, 7-ന് സംഗീതാർച്ചന എന്നിവ നടന്നു. 10:30-ന് നടന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പ്രഗത്ഭരായ സംഗീതജ്ഞർ പങ്കെടുത്തു. 10 മണി മുതൽ ആരംഭിച്ച മഹാ അന്നദാനത്തിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉച്ചതിരിഞ്ഞ് 1:30-ന് പഞ്ചവാദ്യത്തിൻ്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തുടർന്ന് മേളത്തിൻ്റെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ആഘോഷ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും ചേർന്ന് നടത്തിയിട്ടുള്ളത്. വൈകിട്ട് 6-ന് ദീപാരാധന, സ്പെഷ്യൽ നാഗസ്വരം, 7-ന് ഭക്തിഗാനസുധ, രാത്രി 10-ന് ഡബിൾ തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ SDPI പിന്തുണ വിവാദത്തിൽ കോൺഗ്രസ് നടപടി. DCC എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാണ് നടപടിയെന്ന് തൃശൂർ DCCയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനു വേണ്ടി നിയമപോരാട്ടം നയിച്ചതിൽ പ്രധാനിയാണ് വർഗീസ്. വർഗീസ് ചൊവ്വന്നൂരിന് DCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനായിരുന്നു നിർദ്ദേശം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ വർഗീസിനെതിരെയും നടപടി സ്വീകരിച്ചേക്കുമെന്നും നേതൃത്വം അറിയിച്ചിരുന്നു. ഏറെ വിവാദമായ SDPI പിന്തുണയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് നിതീഷിനെയും വൈസ് പ്രസിഡന്റായ വർഗീസ് ചൊവ്വന്നൂരിൻ്റെ ഭാര്യ സബേറ്റയെയും കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. ചാവക്കാട് തീരത്ത് സീസണിലെ ആദ്യ കടലാമ മുട്ടയിടാനെത്തി. തിങ്കളാഴ്ച രാത്രിയിലാണ് കടപ്പുറം വെളിച്ചെണ്ണപ്പടിയിൽ വേലിയേറ്റത്തിൽ ഉണ്ടായ മണൽത്തിട്ടയിൽ കടലാമ മുട്ടയിടാനെത്തിയത്. സാംസ്കാരിക പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരായ PA സയ്യിദ് മുഹമ്മദ്, PA നസീർ, KS ഷംനാഥ്, KA റൌഫ് തുടങ്ങിയവരെത്തി മുട്ടകൾ പുത്തൻകടപ്പുറം സൂര്യ കടലാമ ഹേച്ചറിയിലേക്ക് മാറ്റി. 100 മുട്ടകൾ ഉണ്ടായിരുന്നു. ഈ സീസണിൽ വൈകിയാണ് കടലാമ മുട്ടയിടാനെത്തിയത്. തുടർച്ചയായി ഉണ്ടാകുന്ന വേലിയേറ്റം കടലാമകൾ മുട്ടയിടാനായി വരുന്നത് വൈകുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ 74 കടലാമകളാണ് സൂര്യ കടലാമ സംരക്ഷണ പ്രദേശത്ത് മുട്ടയിടാനെത്തിയത്. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മഫസ്കോ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ ക്രിസ്മസ് ഈവ് ഷ്ലോമോ 2025 സംഘടിപ്പിച്ചു. വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി സ്വാഗതം പറഞ്ഞു. പിറമാടം ദയറായിലെ ബർഷീമോൻ റംബാൻ ക്രിസ്മസ് സന്ദേശം നൽകി. ഇടവകയിലെ കുടുംബ യൂണിറ്റുകൾ ക്രിസ്മസ് ഗാനങ്ങളും സാന്താ ഡാൻസും നടത്തി. ഫ്രീ ഗിഫ്റ്റ്, വിദ്യാഭ്യാസ അവാർഡ്, ക്രിസ്മസ് ഫാമിലി തിരഞ്ഞെടുക്കൽ, ഗ്രൂപ്പ് ഡാൻസ്, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരുന്നു. പള്ളി ട്രസ്റ്റി KJ സോജൻ, സെക്രട്ടറി അരുൺ രാജൻ T, അസോസിയേഷൻ പ്രസിഡന്റ് ഷൈസൻ പാലക്കൽ, മർത്താമറിയം സെക്രട്ടറി മെറീന ബിജു, സൺഡേ സ്കൂൾ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ CS സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് സെക്രട്ടറി റൈവിൻ വിറ്റി, വൈസ് പ്രസിഡന്റ് ബിനു P ബാബു, ജോയിന്റ് സെക്രട്ടറിമാരായ സൈബി സജോയ്, KS സുവിൻ, ട്രഷറർ ആരോൺ PJ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പഞ്ചാബിലെ ഖാദിയാനിൽ 3 ദിവസമായി നടന്നുവന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ അഖിലേന്ത്യാ സമ്മേളനം സമാപിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 5ാമത്തെ ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് ഓൺലൈനായി സമാപന പ്രഭാഷണം നിർവഹിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് മൗലാന മുഹമ്മദ് ഇനാം ഗോറി അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രമുഖർ പങ്കെടുത്ത സർവ്വമത സമ്മേളനവും മഹിളാ സമ്മേളനവും ശ്രദ്ധേയമായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള
ആയിരക്കണക്കിന് പ്രതിനിധികൾക്ക് പുറമെ 37 വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരും കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ സ്വദേശികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കേച്ചേരി അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂൾ വാർഷികാഘോഷം നോവാനൈറ്റ് 25 എന്ന പേരിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പുതുതായി പണി കഴിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നടന്നു. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ CK ഹനീഫ മാസ്റ്റർ നിർവഹിച്ചു. പുതുതായി പണി കഴിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു. മൗൺസീന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അധ്യാപകർക്കുള്ള ആദരവും നടന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളോടെ വാർഷികാഘോഷത്തിന് സമാപനമായി. ദേശീയ സ്കൂൾ ഗെയിംസുകളിൽ പങ്കെടുത്തു വിജയിച്ച വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗുരുവായൂരിൽ അഡ്വാൻസ്ഡ് സ്പോർട്സ് കോച്ചിംഗ് എംപവർമെന്റ് പ്രോഗ്രാം നടത്തി. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഫെസിലിറ്റേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് ഓർഗനൈസർ ഹരീഷ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ഷിജു S. ദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു വിദ്യാർത്ഥികളുമായി സംവദിച്ചു. DPI ഉദ്യോഗസ്ഥനായ വൈശാഖ്, കായിക പരിശീലകരായ അരവിന്ദാക്ഷൻ, നന്ദഗോപാൽ, സൂര്യശാന്തി, നിതീഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികളിലെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുന്നതിനായി ചാവക്കാട് ബീച്ച്, എടക്കഴിയൂർ മറൈൻ വേൾഡ് തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ മികവ് പുലർത്തുന്ന അത്ലറ്റിക് വിഭാഗത്തിലെ കായിക താരങ്ങളെ ദേശീയ മത്സരങ്ങളിൽ വിജയം നേടാൻ പ്രാപ്തരാക്കുന്നതിൻ്റെ ഭാഗമായാണ് 5 ദിവസത്തെ ക്യാമ്പ് നടത്തുന്നത്. 143 കായിക താരങ്ങൾ പങ്കെടുത്ത പരിപാടി ചൊവ്വാഴ്ച സമാപിക്കും. ചരമം. പൊന്നിയൂർക്കുളം പനന്തറ എടക്കര വീട്ടിൽ കുഞ്ഞുണ്ണിയുടെ മകനും ആർട്ടിസ്റ്റുമായ മനോഹരൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി. പൊന്നിയൂർക്കുളം മർച്ചൻസ് അസോസിയേഷൻ മെമ്പറാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.